ഏകദേശം ഒരു മണിക്കൂറിനടുത്തേക്ക് വരികയാണ്. ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി ഒരു മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ ഇന്ന് ഡൽഹിയിൽ നിന്ന് എത്തിച്ച സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൻ്റെ പരിശോധനാ ഫലം വരുന്നതിന് ഏതാണ്ട് അല്പസമയവും കൂടി വേണ്ടി വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സമയം ഏതാണ്ട് 3 മണിയിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ ലഭിക്കും. ആ 3 മണിയിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ തന്നെ അത്തരത്തിലൊരു ഇമേജ് ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വാഹനം എങ്ങനെയാണ് കിടക്കുന്നത്, ഇന്നലെ ഈ സോണാർ സിസ്റ്റം ഉൾപ്പെടെയുള്ളവ വെച്ചുകൊണ്ട് ഇൻ്റർപ്രിട്ടേഷൻ നടത്തി നൽകിയ വിവരങ്ങൾക്ക് അപ്പുറത്തേക്ക് വാഹനത്തിൻ്റെ ഘടന എങ്ങനെയാണ് നിലവിൽ ആ മണ്ണിൽ പുതഞ്ഞ് കിടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരും. അങ്ങനെ വ്യക്തത വന്നു കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പത്തിൽ തന്നെ നേവി സംഘത്തിന് ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിക്കൊണ്ട് മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്നുള്ളതാണ്. അതായത് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ദീപക, ഒരു കാര്യം കൂടി നമുക്ക് വിശദാംശങ്ങൾ വേണം. ദീപക, നമ്മളിപ്പോൾ ഐബോട്ട് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള നദിയിലെ പരിശോധനയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗംഗാവാലി നദിയിൽ ആ മൺകൂന രൂപപ്പെട്ട ഭാഗത്ത് അതിനിപ്പുറത്തായാണ് ഡ്രോൺ ചേർന്ന് പറന്ന് പരിശോധന നടത്തുന്നത്. തീരത്തുനിന്ന് അത് നിരീക്ഷിക്കുന്നുണ്ട്. അവിടെ നിന്ന് കൃത്യമായ വിവരങ്ങൾ നേരത്തെ കോൺടാക്ട് പോയിന്റ് ഐഡന്റിഫൈ ചെയ്ത ഭാഗത്ത് അവിടേക്ക് താഴ്ന്നിറങ്ങി അവിടെ നിന്നുള്ള ക്യാബിന്റെ പൊസിഷൻ, ഒപ്പം ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്നത് സ്ഥിരീകരിക്കുക, അക്കാര്യങ്ങളാണ് അവർ പരിശോധിക്കുന്നത്. തെർമൽ സിഗ്നൽസ് കിട്ടുകയാണെങ്കിൽ, അതായത് അല്പമെങ്കിലും സ്പന്ദനം ബാക്കിയുണ്ടെങ്കിൽ അതടക്കം വ്യക്തമാകുന്ന സംവിധാനമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആഴത്തിലുള്ള പരിശോധന, 5 മീറ്റർ ആഴത്തിൽ നദിയിൽ ഈ വസ്തു, അതായത് ഈ ട്രക്ക് പുതഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്ന കാര്യം. അവിടേക്കാണ് ഇപ്പോൾ ഈ IBOD ഡിവൈസ് ഘടിപ്പിച്ച ഡ്രോൺ ഇറങ്ങി നോക്കുന്നത്. അവിടുത്തെ പരിശോധനയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. തീരത്ത് നിന്ന് 15 മീറ്റർ 20 മീറ്റർ അതിനിടയിലുള്ള ഭാഗം, ആ ഒരു 5 മീറ്ററാണ് അവർ കൃത്യമായി പരിശോധിക്കുന്നത്. അവിടെ നടത്തുന്ന പരിശോധന നമുക്ക് കാണാം. പുഴയിലെ പരിശോധന, പുഴയിൽ കൃത്യമായി സ്പോട്ട് ഓൺ ചെയ്യാൻ പറ്റുന്ന വിവരങ്ങൾ കിട്ടുന്നുണ്ടോ എന്നതാണ് അവർ നോക്കുന്നത്. ലോറിയുടെ ക്യാബിൻ പൊസിഷൻ അടക്കം വ്യക്തമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ലോറി ക്യാബിൻ താഴേക്ക് പുഴയുടെ അടിത്തട്ടിലേക്ക് കൂപ്പുകുത്തിയാണോ കിടക്കുന്നത്, അതോ മുകളിലേക്ക് ഉയർന്നാണോ ഈ ലോറി കിടക്കുന്നത്? അതിലെ തടിക്കഷ്ണങ്ങൾ ഒഴുകിപ്പോയ നിലയിൽ 4 തടിക്കഷ്ണങ്ങൾ ഇപ്പോൾ കരയ്ക്ക് അടുത്തിട്ടുണ്ട്. ബാക്കി തടിക്കഷ്ണങ്ങൾ ആ ലോറിയിൽ ഉണ്ടോ? ഈ ലോറി മണ്ണിൽ പൂർണ്ണമായും പുതഞ്ഞു പോയോ? ഇതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. ഈ പരിശോധനയിലൂടെ, ഐബോട്ട് ഡ്രോണിന്റെ പരിശോധനയിലൂടെ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്നത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യം. അതിനായാണ് നമ്മൾ ഇപ്പോൾ ഈ ഐബോട്ട് ഡ്രോണിന്റെ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുന്നത്. ആ പരിശോധനാ ഫലം കരയിൽ ഇരുന്നു കൊണ്ട് ഡ്രോൺ ഓപ്പറേറ്റേഴ്സും ഒപ്പം റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും നദീതീരത്തിരുന്ന് അത് നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം നേവിയുടെ ടീമും അവിടെ തുടരുകയാണ്. മുങ്ങൽ വിദഗ്ധർ 2 പേർ ഇപ്പോൾ അടിത്തട്ടിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുകയാണ്. ആ പരിശോധനയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് മോശം കാലാവസ്ഥയാണ്, നദിയിലെ ശക്തമായ അടിയൊഴുക്കാണ്. ശക്തമായ അടിയൊഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് നാവികർക്ക് അർജുനുള്ള ക്യാബിനടുത്തേക്ക് എത്താൻ കഴിയുമോ എന്നതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്ക് ഈ മണിക്കൂറിൽ ലഭിക്കേണ്ടത്. ഐബോട്ട് ഡ്രോൺ പരിശോധനയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നു. നദിയുടെ തീരത്തു നിന്ന് ഐബോട്ട് ഡ്രോൺ നിരീക്ഷിക്കുകയാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും സംഘവും. 2 വിദഗ്ധരടങ്ങുന്ന സംഘമാണ് ഈ പരിശോധന നടത്തുന്നത്. ഐബോട്ട് ഡ്രോണിന്റെ പരിശോധനയിലൂടെ ആഴത്തിൽ കിടക്കുന്ന വസ്തുവിൽ അതിനുള്ളിലുള്ള വ്യക്തിയുടെ താപനിലയടക്കം കൃത്യമായി അറിയാൻ കഴിയും. ശരീരത്തിൽ അല്പമെങ്കിലും ജീവന്റെ ഒരു തുടിപ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും സെൻസ് ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ്. വാഹനത്തിനുള്ളിൽ മനുഷ്യ ശരീരമുണ്ടോ എന്നതും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗംഗാവാലി നദിയിൽ തെരച്ചിൽ നടക്കുന്നത്. ആ തെരച്ചിൽ നടക്കുന്ന വേളയിലാണ് അർജുന്റെ വാഹനത്തിലുണ്ടായിരുന്ന അതേ മാർക്കിംഗ് ഉള്ള തടിക്കഷണങ്ങൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്.